അതുപോലത്തെ ഒരു വൃത്തികെട്ട കറി എന്റെ ലൈഫിൽ ഞാൻ കഴിച്ചിട്ടില്ല. പോടാ, നല്ല കറിയായിരുന്നു അല്ലേ മച്ചു? വലിയ കുഴപ്പമൊന്നും ഉണ്ടായില്ല, കൊള്ളായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. കേട്ടാ, വെറുതെ ഒന്നും അല്ല നമ്മ ഹോട്ടൽ മാനേജ്മെന്റ് പഠിച്ച്. എന്നെ കൊണ്ടൊന്നും പറയിക്കല്ലേ. എന്താണ് ഞാൻ ഉണ്ടാക്കിയേക്കണ? ഏത് ഫുഡാണ് ഷോ പോയേക്കണം? എല്ലാം എന്താണ് അങ്ങനെ പറഞ്ഞ? എല്ലാം ഒന്നിനൊന്നും മികച്ച സാധനങ്ങളായിരുന്നെന്നാ ഞാൻ ഉദ്ദേശിച്ച. നിനക്ക് നല്ല കൈപ്പുണ്യമുണ്ട്. ഇവന് കൈപ്പുണ്യം ഉണ്ടെന്ന് പറഞ്ഞാൽ നമ്മ തമ്മി ഇടിയാവോട്ടാ. നിന്റെ കാഴ്ചപ്പാടും ശരിയാണ്. ഇടയ്ക്ക് ഇവൻ ഉണ്ടാക്കണ ഫുഡ് അത്ര നല്ലതൊന്നും ആവാറില്ല. അതായത് ശോകമാണ്. അല്ല, ശോകമെന്ന് വെച്ചാൽ അത്ര ശോകമൊന്നുമല്ല, എനിക്ക് ഇഷ്ടപ്പെടാറൊക്കെ ഉണ്ട്. ഇവന്റെ ഫുഡ് അത്ര നന്നാവാറില്ലെന്നല്ലേ താൻ നേരത്തെ പറഞ്ഞു. അതായത് നിങ്ങൾക്ക് അങ്ങനെ ചിലപ്പോ തോന്നിയിട്ടുണ്ടാവുമെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. കേട്ടല്ല, ഇവൻ സത്യം മാത്രമേ പറയുള്ളൂ. എന്റെ ഫുഡ് മോശമാവാറില്ല. നീ ഇന്നലെ ഇവൻ കൊണ്ടുവന്ന മുട്ട പപ്സ് തിന്നില്ലേ? എങ്ങനെ ഉണ്ടായിരുന്നു? ശോകമായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല, കൊള്ളായിരുന്നു. നീ നൈസായിട്ട് തുപ്പിക്കളയണം, ഞാൻ കണ്ടായിരുന്നു. എടാ, ഞാൻ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ പപ്സായിരുന്നു, നീ തുപ്പിക്കളയുണ്ടായിരുന്നു. പെട്ടെന്ന് പപ്സിന്റെ തൊണ്ടയെ കെട്ടിയപ്പോ ഞാൻ ചുമച്ചി, അപ്പൊ എന്റെ വായിന്ന് തെറിച്ചു പോയതാ. തിന്നിട്ട് ബാക്കി എന്തിനാ നീ എന്റെ തലക്കുമേളി കൂടി എറിഞ്ഞു കളഞ്ഞത്? നിന്നെ കൊത്താൻ പുറകിന്ന് ഒരു കാക്കവനുണ്ടായി, ഞാൻ അതിനിട്ട് എറിഞ്ഞ. നീ കാക്കേനെ എറിഞ്ഞേക്കണ എന്റെ പപ്സ് വെച്ച്. മതി അമല, നീ ഇങ്ങടെ വന്ന്. ചേട്ടൻ മിക്കവാറും ഞാൻ രണ്ടിനെയും പിടിച്ചിടിക്കോട്ടാ. നീ വേണ ഷെഫിനെ പിടിച്ചിടിച്ചോ, അവന്റെ പാചകം ശരിയല്ല. ആ ചെക്കനെ വിട്ടേക്ക്. അവന് എനിക്ക് പൊളിയുന്നുണ്ട്. കൊറേ നേരമായി അവർ രണ്ട് വർത്താനം പറയണം. അവന് നല്ല ചീത്തയും തിരിച്ചറിയാനുള്ള ബുദ്ധിയൊന്നുമില്ല. അവന് മണ്ടനാണ്, വിട്ടേക്ക്. ഞാൻ മിനിഞ്ഞാന്ന് ഉണ്ടാക്കിയ ഡ്രാഗൺ ചിക്കൻ എങ്ങനെ ഉണ്ടായി? സൂപ്പർ സാധനമായിരുന്നു. അതുപോലൊരു ചിക്കൻ കറി ഞാൻ എന്റെ ലൈഫിൽ കഴിച്ചിട്ടില്ല.